SNDP ചേർത്തല യൂണിയന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ശാഖാതല നേതൃസംഗമം ശ്രദ്ധേയമായി. ചേർത്തല, പാണാവള്ളി, അരൂർ മേഖലകളിലെ നൂറുകണക്കിന് പ്രവർത്തകരാണ് യോഗത്തിൽ പങ്കെടുത്തത്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി പങ്കെടുത്തു. SNDP ചേർത്തല യൂണിയന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ശാഖാ നേതൃസംഗമം ശ്രദ്ധേയമായി. ചേർത്തല, പാണാവള്ളി, അരൂർ മേഖലകളിലെ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. ചേർത്തല BTIM ഹാളിലാണ് നേതൃസംഗമം സംഘടിപ്പിച്ചത്. യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അധ്യക്ഷനായി. ഭരണം വരുമ്പോൾ എല്ലാം വരുമെന്നുണ്ട്. ഭരണം വന്നല്ലോ, LDF പോയി UDF വന്നു, ഭരണത്തെ കയറി, ഇതെല്ലാം കണ്ട് നമ്മൾ ദുഃഖം പറഞ്ഞു. പക്ഷെ ഒന്നും ഭരണത്തിൽ കയറിയിട്ട് എന്തെങ്കിലും സ്ഥാപനം വന്നു. നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് കുറവുണ്ടെന്ന് നമുക്കും കുറവുണ്ടെന്നും കണ്ടുപിടിച്ച ഉദ്യോഗങ്ങൾക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്തി ലീഗുകാർ അവരുടെ സമുദായത്തിലാണ് എത്തിയപ്പോൾ നമ്മുടെ സമുദായത്തിൽ ഒറ്റ ആളിനെ പോലും കേട്ടിട്ടുണ്ടെന്നവർ പറഞ്ഞില്ലല്ലോ. മല്ലനും മാധവനും കൂടി കാട്ടിപ്പോയത് പോയി ആയിപ്പോയില്ലേ, നമ്മളെ സഹിച്ചില്ലേ. എന്നാൽ അവർ നമ്മൾ ഒന്നിച്ചു പോയതല്ലേ. നമുക്ക് ക്ലാസ് 1 പ്യൂണൊക്കെ ഉള്ളത്, ക്ലാസ് 1 ക്ലാസ് 3 ഉദ്യോഗങ്ങളൊന്നുമില്ല. നരേന്ദ്ര കമ്മീഷൻ കണ്ടെത്തിയതാണ്. അവർ നമുക്ക് തന്നെ തന്നില്ല, വഞ്ചന മാത്രം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തെ വകുപ്പേരെല്ലാം വിദ്യാഭ്യാസം, പൊതുമരാമത്ത്, അതുപോലെ വ്യവസായം, ഈ 3 എണ്ണം എടുത്തുകൊണ്ട് എത്ര കൊല്ലം ഭരിച്ചു? നമുക്കെന്ത് കിട്ടി? ഈ തരാത്തത് പറഞ്ഞപ്പോൾ എന്നെ വർഗീയവാദിയായിക്കൊണ്ട് എന്നെയും കത്തിക്കും, എൻ്റെ കോലവും കത്തിച്ചു. ഈ കോലം കത്തിച്ചുകൊണ്ട് സത്യമാകുമല്ലോ. അവർക്കൊരു ലക്ഷ്യമുണ്ട്, എന്നെ എങ്ങനെയെങ്കിലും തകർക്കുക, നശിപ്പിക്കുക, സമുദായത്തിൽ ഭിന്നത ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോട് ഇപ്പൊ തുടങ്ങിയല്ല. വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി സംഘടനാ വിശദീകരണം നടത്തി. ദേവസ്വം സെക്രട്ടറി അരേക്കണ്ടി സന്തോഷ് സംഘടനാ സന്ദേശം നൽകി. യോഗം കൗൺസിലർ PT മന്മഥൻ, ചേർത്തല യൂണിയൻ അഡ്മിനിസ്ട്രേറ്റർ T അനിയപ്പൻ, മേഖലാ ചെയർമാൻ KP നടരാജൻ, കൺവീനർ PD ഗഗാറിൻ, പാണാവള്ളി മേഖലാ ചെയർമാൻ KL അശോകൻ, കൺവീനർ ബിജുദാസ്, അരൂർ മേഖലാ ചെയർമാൻ BP ത്രിദീപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. 3 മേഖലാ കമ്മിറ്റികളുടെ പരിധിയിൽ വരുന്ന 106 ശാഖകളുടെയും കുടുംബ യൂണിറ്റുകളുടെയും പോഷക സംഘടനകളുടെയും ഭാരവാഹികളാണ് സംഗമത്തിൽ പങ്കെടുത്തത്. കാലോചിതമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ട പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് നേതൃസംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത്.